അപ്പോൾ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പം അതിലിപ്പോൾ ഉണ്ടായിരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ താഴെ കിടക്കുന്ന ഫുഡ് വേസ്റ്റ് ഇത് കഴിക്കുന്ന ടൈം ഇതിൻ്റെ ഇവിടെ ഏതെങ്കിലും തരത്തിലെ ബാക്ടീരിയ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിതിപ്പോൾ ഡെയിലി ക്ലീൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു തരി പോലും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ പാത്രത്തിൽ നമ്മൾ വയ്ക്കുമ്പോൾ തന്നെ ഇത് എപ്പോഴും അടികൂടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് താഴെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ രീതിയിൽ മാറ്റുമ്പോഴാണ് ഈ ഒരു താഴത്തെ ഫുഡ് വേസ്റ്റ് ഇത് ഒരു ദിവസമേ നമുക്ക് ഇങ്ങനെ വരുള്ളൂ. എന്തായാലും നമ്മളെന്തായാലും ഇനി മാറ്റി ട്രൈ ചെയ്യും. കാരണം ഈ ഒരു ബോക്സിലുള്ളിൽ മാത്രമേ നമ്മളിനി സെറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, എന്തായാലും ഇനി ഒരുപാട് കെയറും കാര്യങ്ങളൊക്കെ ഇനി ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ബേർഡ് മരിക്കുന്നതായിട്ടുള്ള വീഡിയോ. അപ്പോൾ അത് എന്തായാലും നമ്മളെ ഈ ഒരു ക്ലൈമറ്റിൻ്റെ മരുന്നും കാര്യങ്ങളൊന്നും കൊടുക്കാത്തതുകൊണ്ടാണ്. എനിക്കത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അറിയില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള ഉഷാറായിട്ട് വരുന്നുണ്ട് നമ്മുടെ ബേഡ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇനി എന്തായാലും അടിപൊളിയായിരിക്കും. നമ്മുടെ ബേഡ്സിനൊക്കെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശങ്ങളൊക്കെ പഠിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് വെച്ചു കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു സംഭവം ചെയ്തപ്പം ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു ഇത് കാരണമാണ് നമ്മുടെ ബേഡ്സിന് എല്ലാത്തിനും തന്നെ അസുഖം വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി. അതായത് ഇപ്പം എല്ലാവരും സ്റ്റൈലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ പലതരത്തിലുള്ള പ്ലാസ്റ്റിക് ആയിട്ടുള്ള ചെടിയും കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട് അല്ലേ. അങ്ങനത്തെ കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ചെടിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്കിനിപ്പോൾ ഒഴിവാക്കണം. കാരണം ഇതിൻ്റെ ഒരു തരി പോലും അതിൻ്റെ ഉള്ളിൽ പോവുകയാണെങ്കിൽ ലൂസ് മോഷൻ പോലുള്ള അസുഖങ്ങളൊക്കെ വന്ന് അതിന് തന്നെ വയ്യാണ്ടാവും. അപ്പോൾ അങ്ങനെ ആയിരിക്കും ഇതിന് അസുഖം വന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫിഞ്ചേഴ്സിൻ്റെ കാര്യമല്ല പറഞ്ഞത്, നമ്മൾ ലവ് ബേഡ്സിൻ്റെ കാര്യമാണ്. ലവ് ബേഡ്സിന് ഇപ്പോൾ ലൂസ് മോഷനൊക്കെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനിപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയതിന് ശേഷം നമുക്ക് ആ ഒരു ആർട്ടിഫിഷ്യലായിട്ടിരിക്കുന്ന പ്ലാന്റ്സ്, അതായത് ചെടിയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും മാറ്റേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പം അത് മാറ്റാൻ നമുക്ക് ഫിഞ്ചേഴ്സ് ഏകദേശം ഉഷാറായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആളുമായിട്ട് ഞാനിപ്പോൾ ഹാൻഡ് ഫീഡിങ്ങിൻ്റെ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതിൽ പേടിയൊന്നും ഇല്ലാതെ എല്ലാം നമ്മളുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണാൻ കഴിയും ആർട്ടിഫിഷ്യലായിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റാം. നമ്മുടെ സബ്സ്ക്രൈബറാണ് പറഞ്ഞത് എന്തായാലും ഇതിലെ അഴുക്കതായ പ്ലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലോട്ട് പോകുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഡേഞ്ചറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ എന്തായാലും ഒന്ന് മാറ്റാം. അപ്പോൾ ഇതിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ടാണ് എല്ലാം നമ്മളുടെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം എല്ലാ പ്ലാസ്റ്റിക് ആർട്ടിഫിഷ്യലായിട്ടുള്ള ചെടിയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പോട്ടിലും കാര്യങ്ങളിലൊക്കെ നമ്മുടെ ബേഡ്സ് കയറുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ കയ്യിലോട്ട് നമ്മളെന്തായാലും തീറ്റ നമ്മളെന്തായാലും കയ്യിലോട്ട് വയ്ക്കുമ്പോൾ ഇതെന്തായാലും വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കാം ഇനി. അപ്പോൾ എന്തായാലും നമ്മുടെ ഫിഞ്ചേഴ്സ് ഇപ്പോൾ എന്തായാലും പേടിയും കാര്യങ്ങളൊക്കെ മാറി വരുന്നുണ്ട്. നമ്മുടെ ഹാൻഡ് ഫീഡിങ് അതിനടുത്തൊക്കെ ഫുഡ് എടുക്കാനായിട്ട് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലവ് ബേർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫിഞ്ചേഴ്സ് തിന്നതിന് ശേഷം മാത്രമായിരിക്കും ലവ് ബേർഡ് വരിക. ഒരുമിച്ച് വന്നാൽ എന്തായാലും അടിയാവും. അപ്പോൾ എന്തായാലും നമ്മുടെ ബേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനിപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ബേഡ്സിനൊക്കെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ബേഡ്സും ഇപ്പോൾ താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇത് പതിവല്ല നമ്മൾ എന്തായാലും ഇങ്ങനെ കൊടുക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ കയ്യിൽ വെച്ചിട്ടാണ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാറ്. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ തറയിലിട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നത്, തറയിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചെറിയ പക്ഷി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അസുഖവും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്തായാലും ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു അറിവ് പറയണമെന്നും ഉണ്ടായിരുന്നു. അതായത് ആർട്ടിഫിഷ്യലായിട്ടുള്ള ചെടിയും കാര്യങ്ങളൊന്നും നിങ്ങൾ കേജിൻ്റെ ഉള്ളിൽ വെക്കില്ല. അത് മറ്റു തരത്തിലുള്ള അസുഖങ്ങളൊക്കെ നമ്മുടെ എന്തായാലും ബേഡ്സിനുണ്ടാക്കും. അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത് ഒരുപാട് സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ നമുക്ക് എന്തായാലും കവർ ചെയ്യണമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടാർപ്പോ എന്തെങ്കിലും യൂസ് ചെയ്ത്. ഇപ്പോൾ തണുത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു തൽക്കാലത്തേനെന്ന് പറഞ്ഞ് നമ്മൾ എന്തായാലും ഇതുപോലുള്ള ഒരു ബെഡ്ഷീറ്റ് പോലത്തെ വലിയൊരു ഷീറ്റാണ് നമ്മളിന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ ഇവിടെ എന്തായാലും നമ്മൾ കിട്ടും. A few moments later.
അപ്പോൾ എന്തായാലും നമ്മളിതാ ഈ ഒരു ഹൂക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പോട്ടിനെടുത്തില്ലേ നമ്മൾ ഒരു ഇരുമ്പ്, അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിരിക്കുകയാണ്. ഇതിനിപ്പോൾ നമ്മൾ ഒരു എൻഡിൽ ഇത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ 4 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഷോപ്പിലും കാര്യങ്ങളിലൊക്കെ പോകുന്നതുകൊണ്ടാണ് ടൈം കിട്ടാത്തത്. എന്തായാലും നമ്മളിനിയിപ്പം ഇതിന് നല്ല രീതിയിലുള്ള ഒരു കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയിപ്പം ഇതിന് ഫുഡ് കൊടുക്കേണ്ട ടൈമാണ്. അപ്പോൾ എന്തായാലും അത് നമ്മളിനി കാണിക്കുന്നില്ല. അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ നൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ടൈമാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് വന്നത്. അപ്പോൾ എന്തായാലും ഇനി വീഡിയോ എടുക്കണം, അതിന് എഡിറ്റ് ചെയ്യണം, എല്ലാം കൂടെ ഒരു ദിവസമാണ്. അപ്പോൾ എന്തായാലും എഫേർട്ടിന് എന്തായാലും നിങ്ങളുടേതായ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാം. ഓക്കെ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിന്ന് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പർച്ചേസിങ് വീഡിയോ, അങ്ങനെ ഒരുപാട് വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.